ഷാരോൺ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത്. അവൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. 12th സ്റ്റാൻഡേർഡിൽ അവൻ വിജയിച്ചു. അവന് പഠിച്ച് ഒരു ഡോക്ടർ ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവന് എൻട്രൻസ് എക്സാം പാസ്സാകാൻ സാധിച്ചില്ല. ആദ്യത്തെ ചാൻസിൽ അവൻ പരാജയപ്പെട്ടു. പക്ഷേ അവൻ്റെ കൂട്ടുകാരിൽ പലരും വിജയിച്ചു. അവൻ നിരാശനായി. അവൻ മുറ്റത്ത് നിരാശയോടെ ഇരിക്കുകയായിരുന്നു. അവൻ്റെ ഗ്രാൻഡ് ഫാദർ അവനെ ശ്രദ്ധിച്ചു. അദ്ദേഹം അവൻ്റെ നിരാശ മനസ്സിലാക്കി. അദ്ദേഹം വിളിച്ചു, ആരോൺ, നമുക്കൊന്ന് നടക്കാൻ പോകാം. അവർ ഗ്രാമത്തിലൂടെ നടന്നു. അടുത്തുള്ളൊരു ഗ്രൗണ്ടിൽ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. അതിൻ്റെ ചുവട്ടിൽ അവർ ഇരുന്നു. ഗ്രാൻഡ് ഫാദർ ചോദിച്ചു, എന്താണ് നീ ദുഃഖിതനായിരിക്കുന്നത്? അവൻ അവൻ്റെ പ്രയാസം അദ്ദേഹത്തെ അറിയിച്ചു. ഞാൻ എൻട്രൻസിന് പരാജയപ്പെട്ടു. ഇനി എനിക്ക് ഡോക്ടറാകാൻ ഒരിക്കലും കഴിയില്ല. ഇനി എനിക്ക് പഠിക്കണമെന്നേ ഇല്ല. ഞാൻ ഇനിയും പരാജയപ്പെടും. എൻ്റെ കൂട്ടുകാരും ഗ്രാമത്തിലുള്ളവരുമെല്ലാം എന്നെ ഇനിയും കൂടുതൽ കളിയാക്കും. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, മോനെ, ജീവിതത്തിൽ വിജയങ്ങളും പരാജയങ്ങളുമുണ്ട്. പക്ഷേ പരാജയപ്പെടുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ശ്രമം ഉപേക്ഷിക്കരുത്. നെവർ എവർ ഗിവ് അപ്പ്. ശ്രമം ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത്. ഫെയിലിയർ ആകുമെന്ന് ഭയന്ന് പിന്മാറുമ്പോൾ നമ്മൾ ഒരിക്കലും വിജയിക്കില്ല. പരാജയങ്ങളെ നമ്മൾ ചവിട്ടുപടികളാക്കണം. ആ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പരിശ്രമിക്കണം. മോനറിയാമോ, എനിക്ക് ചെറുപ്പത്തിൽ ഒരു സയൻറ്റിസ്റ്റ് ആകണമെന്നായിരുന്നു ആഗ്രഹം. അന്ന് എൻ്റെ പാരൻസിന് പണം കുറവായിരുന്നു. എങ്കിലും പഠിച്ച് ഉയരങ്ങൾ കീഴടക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. ഞാനും ഇതുപോലെ ആദ്യത്തെ പരീക്ഷയിൽ തന്നെ പരാജയപ്പെട്ടു. പിന്നെ അങ്ങ് എന്ത് ചെയ്തു ഗ്രാൻഡ് പാ? ഷാരോൺ ചോദിച്ചു. അവൻ്റെ സ്വരത്തിൽ ആകാംക്ഷ നിറഞ്ഞിരുന്നു. മോനെ, എനിക്ക് പരാജയങ്ങളെ ഭയമില്ലായിരുന്നു. എൻ്റെ കൂട്ടുകാരുടെയോ അയൽവാസികളുടെയോ കളിയാക്കലുകൾ ഞാൻ ഗൗനിച്ചില്ല. എൻ്റെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു, സയൻറ്റിസ്റ്റ് ആകുക. പരാജയപ്പെട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ എക്സാമിൽ പരാജയപ്പെട്ടത്? അതിൻ്റെ റീസൺസ് ഞാൻ കണ്ടുപിടിച്ചു. അത് പരിഹരിക്കാൻ മാക്സിമം ശ്രമിച്ചു. അടുത്ത എക്സാമിന് ആ തെറ്റ് വീണ്ടും സംഭവിക്കാൻ ഞാൻ സമ്മതിച്ചേയില്ല. പക്ഷേ നെവർ ഗിവ് അപ്പ്, അതായിരുന്നു എൻ്റെ പ്രിൻസിപ്പൽ. നമ്മളൊരു ലക്ഷ്യം കൈവരിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടാൽ നമ്മളെ തോൽപ്പിക്കാൻ 1000 കാരണങ്ങളുണ്ടാകും. അനേകം പ്രതിസന്ധികളുണ്ടാകും. അത് വ്യക്തികളാകാം, സാഹചര്യങ്ങളാകാം, നമ്മുടെ തന്നെ ഈഗോ ആകാം, നമ്മുടെ തന്നെ അലസതയാകാം, എന്തുമാകാം. പക്ഷേ നമ്മൾ അതിനെയെല്ലാം മറികടക്കാൻ അത്യധ്വാനം ചെയ്യണം. നെവർ ഗിവ് അപ്പ്. പരാജയങ്ങൾ എപ്പോഴും ഉണ്ടാകും. ഭയന്നിരിക്കരുത്. പരാജയങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുക. അതൊരിക്കലും അന്തിമമല്ല. അതിനെ വിജയത്തിലേക്കുള്ള പാതകളാക്കണം. ഞാൻ ആ രീതിയിലാണ് ഇന്ന് കാണുന്ന ഫേമസ് ആയ സയൻറ്റിസ്റ്റ് ആയത്. എൻ്റെ വിജയങ്ങൾ മാത്രമാണ് ഇന്ന് ലോകം കാണുന്നത്. പക്ഷേ അതിന് പിന്നിൽ വളരെയേറെ പരാജയങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഈ ലോകം ഇപ്പോൾ കാണുന്നില്ല. പരാജയങ്ങൾ ഫേസ് ചെയ്യാനാകാതെ ഞാൻ പരിശ്രമം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരിക്കലും വിജയിക്കാനാകുമായിരുന്നില്ല. ഷാരോൺ വിടർന്ന കണ്ണുകളോടെ ഗ്രാൻഡ് ഫാദറിനെ നോക്കി. മോനെ, ഈ പരാജയം തീർച്ചയായും ഒരു അവസാനമല്ല. ഷാരോൺ, നീ ഇവിടെ പരാജയപ്പെടുകയല്ല, പുതിയ പാഠങ്ങൾ പഠിക്കുകയാണ്. ഷാരോണിൻ്റെ മനസ്സിൽ ഒരാശ്വാസത്തിൻ്റെ തിരമാല ഉയർന്നു. ഓരോ ഫെയിലിയറും ഓരോ പുതിയ പാഠങ്ങളാണ്. അതുപോലെ നെവർ ഗിവ് അപ്പ്. അങ്ങനെയെങ്കിൽ വിജയം നമുക്ക് സ്വന്തം എന്ന് അവൻ മനസ്സിലാക്കി. താങ്ക് യു ഗ്രാൻഡ് പാ. ഞാൻ തീർച്ചയായും ഒരു ഡോക്ടറാകും. ഷാരോണിൻ്റെ കണ്ണുകളിൽ വിജയത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും തിളക്കമുണ്ടായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രം RVG Insights.